ഇന്നേവരെ യേശുവിനെ ആത്മാർത്ഥമായി പിൻപറ്റിയവര്, ബൈബിൾ വായിച്ചിട്ടുള്ളവര്, ദൈവകൽപ്പന അനുസരിച്ചിട്ടുള്ള ആരും യേശുവേ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ആരുടെയും കഴുത്തറക്കാൻ പോയിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് മരമുണ്ടാക്കാനല്ല, മരപരിവർത്തനം നടത്താനല്ല. യേശു വന്നത് പാപികളെ തേടിയാണ്. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം തന്നെ. സുവിശേഷ വിരോധിയായി ഭ്രാന്തനെ പോലെ, പേപ്പട്ടിയെ പോലെ, കഞ്ചാവ് വലിച്ച്, കള്ളും പാർട്ടിയാരായോ, തമ്പാക്കും വീടിയും വലിച്ച് പാവപ്പെട്ട വെന്റിലേഴ്സുകാരുടെ കടകൾ എറിഞ്ഞു നടന്ന് പാസ്റ്റർമാരെ ഭീഷണിപ്പെടുത്തി അവരുടെ പോക്കറ്റിലിരുന്ന പൈസ എടുത്ത് വിവരേജി കൊണ്ടുപോയി കള്ളുകൊടിച്ച ഉണ്ണികൃഷ്ണനെ രൂപാന്തരപ്പെടുത്തിയത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളല്ല, യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ്. അത് ഞങ്ങൾ പ്രസംഗിക്കും. യേശുവേ യേശുവേ എന്ന് പറഞ്ഞ ആരുടെയും കഴുത്തറത്തിട്ടില്ല. ഇവിടെ പലരുടെ പേരും പറഞ്ഞുകൊണ്ട്, മതത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവന്റെ കഴുത്തറക്കുന്നു. പാവപ്പെട്ട സ്ത്രീകളുടെ ഗർഭിണികളുടെ ഉദരത്തിൽ ചൂലം കുത്തിയിറക്കുന്നു. യേശുവേ യേശുവേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ തെരുവുകളിൽ കലാപം ഉണ്ടാക്കുന്നില്ല. കാരണം ഞങ്ങളുടെ ഗുരുനാഥൻ ഞങ്ങൾ പഠിപ്പിച്ചത് എന്താണെന്നറിയാമോ? ശത്രുക്കളെ സ്നേഹിക്കാനാ പഠിപ്പിച്ചത്. ശത്രുക്കളെ ദോഷികളായി കാണാനല്ല. സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കിയ അരിമനാഥനാണ് പറഞ്ഞത്, ശത്രുക്കളെ സ്നേഹിപ്പി, നിങ്ങളെ ശപിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ അനുഗ്രഹിപ്പി. നന്മ കൊണ്ട് തിന്മയെ ജയിക്കാൻ പഠിപ്പിച്ചു. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്ന് പഠിപ്പിച്ച സ്നേഹത്തിന്റെ മൂർത്തിഭാവമാണ് ഞങ്ങളുടെ കർത്താവ്. ആ കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് ഞങ്ങളുടെ ദുഷ്ട സ്വഭാവങ്ങളിൽ നിന്നും ക്രൂരതകളിൽ നിന്നൊക്കെ ഞങ്ങളെ പിടിപ്പിച്ച്, മദ്യപാനത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും ശാപങ്ങളിൽ നിന്നും ഞങ്ങളെ കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ തിരുരക്തത്താൽ ഞങ്ങളുടെ പാപക്കറകളെ കഴുകി ഞങ്ങളെ ശുദ്ധീകരിച്ച് നിത്യജീവന്റെ വക്താക്കളും ഓഹരിക്കാരാക്കി ഞങ്ങളെ മാറ്റി. പ്രിയപ്പെട്ടവരെ, യേശുവിനെ പിൻപറ്റിയാൽ നിങ്ങൾക്ക് ആരെയും ദ്രോഹിക്കാൻ കഴിയത്തില്ല, ആരെയും കൊല്ലാൻ കഴിയത്തില്ല, ദുഷ്ടത ചെയ്യാൻ നിങ്ങൾക്ക് കഴിയത്തില്ല.